ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ ഉപയോഗിച്ചിട്ടൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്ത് റൗണ്ട് നെക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്തെടുത്ത ഈ നെക്ക് ഡിസൈനൊക്കെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ ചെയ്തെടുക്കുക. അതേമാതിരി ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതേമാതിരി 2-3 കളർ നൂലൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ചൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി ഒരു നെക്കിൻ്റെ റൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഉപയോഗിച്ചത് ഈ നൂലാണ്, ഈ കളർ നൂലാണ്, ഡബിൾ ഷെയ്ഡുള്ള നൂലാണിത്. ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്കും കൂടെ ചേർന്ന് വരുന്ന നൂല്. അപ്പോൾ ഞാൻ 3 സ്റ്റാൻഡ്സ് എടുത്തിട്ട് സൂചിൻ്റെ മുകളിൽ പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ആദ്യത്തെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ തയ്ച്ചെടുക്കുക. ഈ ലൈൻ എങ്ങനെയാണ് ഞാൻ തയ്ക്കുന്നത് വെച്ചാൽ സ്റ്റെം സ്റ്റിച്ചിലാണ് തയ്ക്കുന്നത്. സ്റ്റെമ്മിൽ ഒരു റൗണ്ട് തയ്ച്ച് കൊടുക്കുക. കാണുന്നുണ്ടാവുമായിരിക്കും വിചാരിക്കും. സ്റ്റെമ്മിലാണ് തയ്ക്കുന്നത്. അങ്ങനെ ഈ റൗണ്ടിൽ വരെ തയ്ച്ചുകൊണ്ട് സ്റ്റെം സ്റ്റിച്ചിൽ തയ്ച്ചു കൊണ്ടുവരും. ഈ കളർ നൂലുകൊണ്ട് ഈ അറ്റം വരെ തയ്ച്ചു കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ഒരു ലൈന് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തു. ഇനി അടുത്ത ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഇതേമാതിരി തന്നെ സ്റ്റെം സ്റ്റിച്ചിൽ തയ്ച്ചെടുക്കുക. കൈ വന്നിട്ട് കാണുന്നുണ്ടാവില്ല. സ്റ്റെമ്മിൽ തന്നെയാണ് തയ്ക്കുന്നത്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ, റൗണ്ടല്ല ഇതുവരെ ഈ അറ്റം വരെ തയ്ച്ചെടുക്കുക. അതേമാതിരി ഞാൻ രണ്ട് ലൈനിൻ്റെ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത ലൈൻ ഇവിടെ കണ്ടു, ഇവിടെ അങ്ങനെ ഒരു ലൈന് വരയ്ക്കുക. ചെറുതായിട്ടൊരു ലൈന് വരച്ചെടുത്താൽ ഏത് കാവുകാരും തെരഞ്ഞെടുക്കാൻ ഞാനിരിക്കുക. അമ്മമാർക്കാവും അപ്പൂപ്പർക്കാവും ഒക്കെ വരും. നമുക്ക് ഒരു കാവുകാരും തരാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു വര വരയ്ക്കുക. ഒരു വരയും കൂടെ വരുന്നു. ഇതേമാതിരി 3 ലൈൻ വരച്ചെടുക്കുക. ആദ്യത്തെ ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, സാധാരണത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിൽ കാണിക്കാൻ മറന്നുപോയി, ഈ മഞ്ഞ കളറുള്ള നൂലുണ്ടല്ലോ, ഈ മഞ്ഞ നൂലുകൊണ്ടാണ് ഇത് തയ്ക്കുന്നത്. മഞ്ഞ നൂല് ഇതേമാതിരി ഞാൻ 3 സ്റ്റാൻഡ്സിൽ എടുത്ത് പുറത്ത് വെച്ച്. അപ്പോൾ അത് ആദ്യത്തെ ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
റണ്ണിങ് സ്റ്റിച്ച്. അങ്ങനെ ഈ റണ്ണിങ് സ്റ്റിച്ച് ഇതുവരെ ചെയ്തെടുക്കുക. ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇതിൻ്റെ മുകളിൽ തയ്ച്ചെടുത്തു. ഇതേമാതിരി 4 ലൈന് ചെയ്തെടുക്കണം. അതിൻ്റെ അടുത്ത ലൈന് അടുപ്പിച്ച് ഒന്നും കൂടെ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ റണ്ണിങ് സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുക. ഈ കളർ നൂല് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇതേമാതിരി ഇതിപ്പോൾ ഒരു ലൈന്, ഇതേമാതിരി 3 ലൈനും കൂടെ ചെയ്ത് 4 എണ്ണാക്കി ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ 4 ലൈനും കൂടെ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തെടുത്തു. ഇവിടെ കണ്ടു ഞാൻ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് ഡിഫറൻസിൽ ഒരു മാർക്ക് ചെയ്ത്, അപ്പോൾ അതിൻ്റെ മുന്നിലൊരിത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഈ കളറിലുള്ള ലൈറ്റ് പിങ്ക് നൂലുണ്ടല്ലോ അതെടുത്തത്. അപ്പോൾ അത് 6 സ്റ്റാൻസിലെടുത്തത്. ഒരു ഇതെടുത്തിട്ട് നടുമടക്കി 3 എണ്ണത്തിലെടുത്തിട്ട് നടുമടക്കി. അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് അങ്ങനെ എടുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ഓയിസ്റ്റർ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കുറച്ചെടുക്കുക. അങ്ങനെ ചുറ്റിയ അങ്ങനെ വന്നു. ഓയിസ്റ്റർ സ്റ്റിച്ചിൻ്റെ ബഡ് സ്റ്റിച്ചൊന്നും പറയുന്നുണ്ട് അതിന്. അങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ട് ആ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഈ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ചേർത്തിട്ട്. എടുത്തതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇതേമാതിരി ഒരു ചുറ്റിൽ കൊടുക്കുക. ഓയിസ്റ്റർ സ്റ്റിച്ചാണ്. ഇതേമാതിരി വന്നിട്ട് ഇവിടെ അങ്ങനെ കുത്തി കൊടുക്കുക. ഇത് ഫ്രെയിം ഇട്ടിട്ട് ശരിക്കും കാണുന്നില്ല. താഴോട്ട് കുത്തി കൊടുക്കുക. ഇവിടുത്തെ മുകളിൽ ചെയ്ത് കാണിച്ചത്. ഓയിസ്റ്റർ സ്റ്റിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത്. അതിന് ശേഷം ഇതിനുള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് അങ്ങനെ വന്നത്
ഇപ്പം ഇവിടെ കുത്തി കൊടുക്കണം. ഫ്രെയിം വന്നിട്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇതേമാതിരി ഓരോന്നിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി. ഒരേ വലിപ്പത്തിൽ വേണേൽ ഇവിടെ ചെയ്തെടുക്കണം. ഒരേ വൃത്തികളാണ്. അപ്പോൾ അതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ എല്ലാം തയ്ച്ചെടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തേച്ചെടുക്കണം. ഒരു അങ്ങനെ ചെയ്യുക വെച്ചാൽ ഈ വക്കത്തുണ്ട് ഇവിടുന്ന് നമ്മൾ ചെയ്തെടുത്ത് സോറി ഇത് 6 സ്റ്റാൻഡ്സിലാട്ടോ ഈ നൂലെടുത്ത് ഇളം പച്ച നൂല് ഇവിടെ അങ്ങനെ ഈ വക്കത്ത് ഇങ്ങനെ കുത്തിയെടുക്കുക. എടുത്തിട്ട് ഇവിടെ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഒരു തണ്ട് മാരി വന്ന് ഇവിടെ ലേസി ഡേസീൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ചെയിൻ സ്റ്റിച്ച് എന്ന് പറയാം. ലേസി ഡേസീൻ്റെ സ്റ്റിച്ച് മതി. എടുത്തിട്ട് ചെയ്തത് ഈ സൈഡിൽ അതേമാതിരി ചെയ്തത് നൂല് കൊണ്ട് കുറച്ച് വന്നിട്ടുണ്ടാവും. ഇതേമാതിരി അടുത്തതിൻ്റെ മുകളിൽ ചെയ്ത് 6 സ്റ്റാൻഡ്സിൽ വേണം എടുക്കുന്നത്. വെറുതെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ലേസി ഡേസി ചെയ്യണം. ഇത് ഈ സൈഡിൽ ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കും. ഇതേ ചെയ്തെടുത്താൽ കണ്ടത് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ മാതിരി ചെയ്തെടുക്കുക. പിന്നെ എല്ലാത്തിൻ്റെ മുകളിലും ചെയ്തെടുക്കുക.
ഈ ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇതാ ഇവിടെ കഴിഞ്ഞ് ഈ നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.